ഞങ്ങളെല്ലാവരും കൂടി ഇന്ന് വെള്ളം കാണാൻ വേണ്ടി പോവാം കേട്ടോ. അറിയാലോ വെള്ളമൊക്കെ എല്ലായിടത്തും കയറിയിരിക്കുകയാണ്. അപ്പം ഞങ്ങളുടെ നാട്ടിലും വെള്ളപ്പൊക്കമൊക്കെ കേട്ടോ. അപ്പം അതൊക്കെ ഒന്ന് എവിടെ വരെ ഉണ്ട് എന്നൊക്കെ ഒന്ന് കാണാൻ വേണ്ടിയിട്ട് പോവുകയാണേ. എന്തോ ഒരു ഭാഗ്യം കൊണ്ട് ഞങ്ങളെ വീട്ടിലേക്കൊന്നും കയറില്ല. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ വീട് കുറച്ച് ഉയരത്തിലാണ്. അതുകൊണ്ട് വീട്ടിലേക്കൊന്നും ആ ബുദ്ധിമുട്ടില്ല, ഇതുവരെ ഉണ്ടായിട്ടില്ല കേട്ടോ. കഴിഞ്ഞ പ്രളയത്തിലും ഇല്ലായിരുന്നു. അങ്ങനെ താഴെ റോഡിലൊക്കെ ഉണ്ടാവും. അപ്പോൾ അതൊക്കെ ഒന്ന് കാണാൻ വേണ്ടിയിട്ട് ഞങ്ങൾ പോവാം കേട്ടോ. എല്ലാവരും ഉണ്ട്, വീടിൻ്റെ അടുത്തുള്ള ചേച്ചിയും എൻ്റെ ചേച്ചിയും അമ്മയും ഒക്കെ എല്ലാവരും ഉണ്ട്. കാരണം വെച്ചാൽ എല്ലാവർക്കും ഇപ്പം പോകാനൊന്നും ഇല്ലല്ലോ, പ്രളയമൊക്കെ ആയതുകൊണ്ട്. അപ്പോൾ എല്ലാവരും കൂടെ പോകാട്ടോ. കഴിഞ്ഞ ദിവസം ഇന്നലെ ഇത് വെച്ച് അതുവരെ നല്ല വെള്ളം ഉണ്ടായിരുന്നു കേട്ടോ. ഇന്നിപ്പോൾ കുറച്ച് വെള്ളം വലിഞ്ഞ് അതുതന്നെ വലിയൊരു സമാധാനം കേട്ടോ. എന്നാലും ഇവിടെ നിന്ന് ആളുകളൊന്നും ഒരുപാട് വീടുകളിലൊന്നും ഇല്ല, കാരണം എല്ലാവരും പോയിട്ടുണ്ടെന്നാണ് തോന്നുന്നത്. അത്യാവശ്യം നല്ല മുറ്റത്തേക്കൊക്കെ വെള്ളം ഇങ്ങനെ നിറഞ്ഞിട്ടുണ്ട്. അപ്പം രാത്രിയൊക്കെ മഴ പെയ്ത് എന്തായാലും വീട്ടിലേക്ക് പോകും എന്നുള്ള അവസ്ഥയിൽ തന്നെയാണ് കേട്ടോ എപ്പോഴും. കഴിഞ്ഞ പ്രാവശ്യം പ്രളയം വന്നപ്പം ഇവിടെയൊക്കെ തന്നെയാണ് കേട്ടോ അവസ്ഥ. അപ്പോൾ ഇത് എവിടെ വരെ ഉണ്ട് ഇതൊക്കെ അറിയാൻ വേണ്ടി ഞങ്ങളിങ്ങനെ പോകാം കേട്ടോ. അപ്പോൾ മോളും ഉണ്ട് കൂടെ. ഓക്കാണ് ഇതൊക്കെ കണ്ടിട്ട് വെള്ളത്തിലൊക്കെ ഒന്ന് ഇറങ്ങിയാൽ കൊള്ളാം, അതിലൊക്കെ ഒന്ന് കളിച്ചാൽ കൊള്ളാം എന്നുള്ള ആവേശത്തിലാട്ടോ ഓള് പോണ്. ഓളിത് കണ്ടിട്ട് പറയുന്നത് എന്താ വെച്ചാൽ അമ്മയെ ബീച്ചിലെത്തിയെന്നാണ്. കാരണം എന്ന് വെച്ചാൽ ഇതിങ്ങനെ തിര പോലെ കണ്ടിട്ട് ഓളെ വിചാരം ഇത് ബീച്ചാണെന്ന് കേട്ടോ. അങ്ങനെ കുട്ടിക്ക് ഇത് കണ്ടിട്ട് ഭയങ്കര ആവേശം. പക്ഷെ നമുക്കിത് കാണെങ്കിലും ഇവരെ ബുദ്ധിമുട്ടാലോചിക്കാൻ ഭയങ്കര സങ്കടമാണ്. കാരണം എത്ര എത്ര സാധനങ്ങളാണെങ്കിലും വീടാണെങ്കിലും ഒഴിഞ്ഞ് പോവാന്ന് പറയുമ്പോൾ ഭയങ്കര വിഷമമാണ്, ഇങ്ങനെ വെള്ളത്തിൻ്റെ ഒരു ബുദ്ധിമുട്ട് കൊണ്ട്. എന്തായാലും ദൈവം അനുഗ്രഹിക്കട്ടെ എല്ലാവരും, അല്ലാതെ ഇപ്പം എന്താ ഇപ്പോൾ പറയുക. അപ്പം എന്താ അത്രയും ഉണ്ട് ഞങ്ങളിവിടെ കയറിയിട്ടുണ്ട്. വയലേതാ റോഡ് ഏതാണെന്ന് അറിയാതെ തന്നെ അത്രയും കയറിയിട്ടുണ്ട് കേട്ടോ വെള്ളം. ഇന്നലെ കീഴേക്കാൾ കൂടുതലുണ്ട് എന്നാണ് പറയുന്നത്. ഇപ്പോൾ കുറഞ്ഞുണ്ട്, അതുകൊണ്ടൊരു സമാധാനം കേട്ടോ. ഇത് പിന്നെ എവിടെയാണ് വരുന്നത് വെച്ചാൽ ഞാൻ കോഴിക്കോടാണ്, കോഴിക്കോട് മൂഴിക്കലാണ് കേട്ടോ ഇത് വരുന്ന സ്ഥലം. അപ്പം അങ്ങനെ ഇതിലെ ബസ് റൂട്ടൊന്നും ഇപ്പം ഇല്ല, അതുകൊണ്ട് തന്നെ ആർക്കും പണിക്കൊന്നും പോകണ്ട. കണ്ടില്ല ഇത്രയും വെള്ളമുണ്ട്. ഞങ്ങളെ മുട്ടുവരെ ഏകദേശം വെള്ളം കിട്ടും, ഒരുപാട് ദൂരം പോയില്ല കാരണം അങ്ങോട്ടൊക്കെ നല്ല വെള്ളം. പിന്നെ ഇത് എവിടെയാണെന്ന് വെച്ചാൽ മൂഴിക്കൽ ചെറുവറ്റ പാലാണ്. കാരണം വെച്ചാൽ ഞാൻ വരുന്ന വഴിക്ക് എടുത്താട്ടോ. ഇവിടെയൊക്കെ നല്ല വെള്ളം കയറിയിട്ടുണ്ട്. വീടുകളിലൊക്കെ ഫസ്റ്റ് ഫ്ലോർ കംപ്ലീറ്റ് ആയിട്ട് മുങ്ങിയ വീടൊക്കെ ഉണ്ട്. കാരണം പുഴയിൽ നിന്ന് നേരെ കയറുന്നതാണ്. ഞങ്ങളിങ്ങനെ ആലോചിക്കുക എന്ത് ചെയ്യില്ല ഇവർ ഈ വീടൊക്കെ വൃത്തിയാക്കി എടുക്കാനൊക്കെ എന്തോരം ബുദ്ധിമുട്ടാണ്. ഇനി ആ കാലേക്ക് ഭയങ്കര സങ്കടം കണ്ടില്ല. ഈ വീട്ടിൽ ആ മതിയിൽ വരെയൊക്കെ വെള്ളം കയറിയിട്ടുണ്ട്. ചില വീട് സൺഷെയ്ഡ് വരെ കയറിയിട്ടുണ്ട്. ഭയങ്കര കഷ്ടപ്പാട് തന്നെ. കാരണം എങ്ങനെയാണല്ലേ ഇതൊക്കെ കണ്ടില്ല, ആ വീടൊക്കെ അത്രയും കയറിയിട്ടുണ്ട്. അപ്പോൾ ഇത് വരുന്ന വഴിക്ക് ഞാൻ എടുത്തതാണെന്ന് കാണിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇതൊക്കെയാണ് എൻ്റെ നാട്ടിലെ അവസ്ഥ കേട്ടോ. ഇത്രയും വെള്ളമൊക്കെ കയറിയിട്ടുണ്ട്. ഇനിയും മഴ പെയ്യുകയാണെങ്കിൽ ഇനിയും ഇതിൽ കൂടുതൽ കയറും. കാരണം ഡാമുകളൊക്കെ ഓരോന്നോരോന്നോടെ തുറന്നുകൊണ്ട് കേട്ടോ. അതുകൊണ്ട് പിന്നെ ഇതാ മോളയിൽ അവസാനം ഇറങ്ങി ഓളയിൽ വീണ് കേട്ടോ. പിന്നെ വെച്ചാൽ വലിയ നല്ല വെള്ളമൊന്നുമല്ല, ആയിരിക്കില്ല, കാരണം എല്ലായിടത്തു നിന്ന് വരുന്ന മലിന വെള്ളമല്ലേ. പക്ഷെ അവൾ പെട്ടെന്ന് വീണ് വാങ്ങി തട്ടെ. ഞാൻ ഓളെ ഇറക്കൂലെന്ന് വിചാരിച്ചതിന് ഇറങ്ങിയപ്പോക്ക് ഭയങ്കര ആവേശം കേട്ടോ. അങ്ങനെയാണല്ലോ മക്കളിലെ വെള്ളം കണ്ടാൽ അങ്ങനെ തന്നെയാണല്ലോ. പ്രത്യേകിച്ച് ഇവൾ വെള്ളവും മഴയൊക്കെ കണ്ടാൽ അതിൽ വീഴും. ഞാൻ എപ്പോഴും വിചാരിക്കും ഇവളും വെള്ളമൊക്കെ ഒരു ദിവസം ഉണ്ടായതാണ്. കാരണം അത്രയും ഇഷ്ടം കുട്ടിക്ക് വെള്ളത്തിൽ കളിക്കുക എന്ന് പറഞ്ഞാൽ. അവസാനം അവൾ വരുന്നില്ല, തിരിച്ച് പോകണില്ല, പോകണ്ട ഇവിടെ കളിക്കുക എന്നുള്ളതിലാണ്. അവസാനം എങ്ങനെയൊക്കെയോ ഞങ്ങൾ കൂട്ടി. കാരണം വെച്ചാൽ ഇരുട്ടായി, ഇനി മതി എന്ന് പറയാം. കാരണം ഓൾറെഡി ഇരുട്ടായിണ്ടായിരുന്നു കേട്ടോ. 7 മണി ആവാനായിട്ടായിരുന്നു ഞങ്ങൾ പോകുമ്പോൾ. കുറച്ചുകൂടി വൈകുന്നേരമൊക്കെ ആണെങ്കിൽ കുറച്ചുകൂടി അവിടെ വരെയൊക്കെ പോയി കാണരുത് എന്നൊക്കെ വിചാരിച്ചിട്ടുണ്ടെങ്കിൽ. പക്ഷേ പിന്നെ ഒരു പേടി, വെള്ളത്തിൽ കൂടെ നടക്കും വല്ല ജന്തുക്കളൊക്കെ ഉണ്ടെങ്കിലോ എന്ന്. അപ്പോൾ അത് വിചാരിച്ചിട്ട് ഞങ്ങൾ പോയില്ല. കാരണം നമുക്കൊന്നും പറയാൻ പറ്റില്ലല്ലോ. പിന്നെ അത്രയും നല്ല വെള്ളമൊന്നും ആയിരിക്കുമല്ലോ, ഓരോ വീട്ടിലൊക്കെ ഇങ്ങനെ നിറഞ്ഞ വെള്ളമൊക്കെ ആയിരിക്കുമല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞങ്ങൾ തിരിച്ചു പോയിട്ട് അവസാനം മോള് ഡ്രസ്സൊക്കെ ഊരിയിട്ടാട്ടോ പോയിരുന്നത്. കാരണം ഓൾക്ക് നനഞ്ഞ ഡ്രസ്സ് ഇടുന്ന വലിയ ഇഷ്ടമല്ല. അങ്ങനെ കണ്ടില്ല ഇരുട്ടായി, 7 മണി ആവാനായിട്ട്. അപ്പം ഇന്നത്തെ വീഡിയോ ഞാൻ ഇവിടെ തീർക്കാം കേട്ടോ. ഇതാണിപ്പം എൻ്റെ നാട്ടിലെ അവസ്ഥ കേട്ടോ. നിങ്ങളെ നാട്ടിലൊക്കെ എങ്ങനെയാണ്?